അബ്രഹാമിനും മൽക്കീസേദക്കിനും നല്ല കണക്ഷൻ. അബ്രഹാം ആരാണ്? ദൈവം മുഖാമുഖമായി സംസാരിക്കുന്ന, ദൈവശബ്ദം നേരിട്ട് കേൾക്കുന്ന ഒരു അബ്രഹാം. പക്ഷേ മനുഷ്യനായ മറ്റൊരു പുരോഹിതൻ, ആ പുരോഹിതൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. ആ പുരോഹിതന്റെ അടുക്കൽ അബ്രഹാം സറണ്ടറാണ്. അബ്രഹാം കീഴ്പ്പെട്ടിരിക്കുകയാണ്. അബ്രഹാമിനുള്ള സകലത്തിന്റെയും 1/10 അവന് കൊടുത്തു, മൽക്കീസേദക്കിന് കൊടുത്തു. അവിടെ അബ്രഹാം അഹങ്കാരം കാണിച്ചില്ല. ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ മൽക്കീസേദക്കിനേക്കാളും വലുതാണ് എന്ന് പറഞ്ഞില്ല. ആ മൽക്കീസേദക്കിന് കൊടുക്കാനുള്ള 10%, മൽക്കീസേദക്കിന് കൊടുക്കാനുള്ള കാണിക്ക, മൽക്കീസേദക്കിന് കൊടുക്കാനുള്ള ബഹുമാനം, മൽക്കീസേദക്കിന് കീഴടങ്ങേണ്ട കീഴടങ്ങൽ, ഇതെല്ലാം മൽക്കീസേദക്കിനായി തന്നെ അബ്രഹാം കൊടുത്തു. അതുകൊണ്ട് അബ്രഹാമിന്റെ മേലൊരു സ്പിരിച്വൽ കവറിംഗ് ഉണ്ടായിരുന്നു. ആ കണക്ഷൻ അബ്രഹാം കീപ്പ് ചെയ്തുകൊണ്ടിട്ടാണ് ദൈവം തുടർന്നും അബ്രഹാമിനോട് സംസാരിച്ചത്. ദൂതന്മാർ അബ്രഹാമിന്റെ അടുക്കൽ വരുന്നത്, ദൈവം അബ്രഹാമിനെ മഹത്വത്തിനായി ഉപയോഗിച്ചത്. നമുക്ക് ഏൽപ്പിക്കപ്പെട്ട, നമ്മൾ കണ്ണു തുറന്ന ഏരിയാസിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോൾ ദൈവം നമ്മെ ഉപയോഗിക്കും. ഹല്ലേലൂയ. പാളിച്ചകളുണ്ടെങ്കിൽ തിരുത്തുവാൻ ഒരു അവസരത്തെ കർത്താവ് തരുന്നു. വചനത്തിലൂടെ കർത്താവ് ഇടപെടുകയാണ്.